ഇല്ല, പ്രതിഷേധം ആദ്യം കേരളത്തിലെ ജനങ്ങളത് ബോധ്യപ്പെടുത്തുക എന്നാണ്. ആത്യന്തികമായിട്ട് അതിന് ആദ്യത്തെ സ്റ്റെപ്പ് അതാണല്ലോ. നിങ്ങളൊക്കെ തന്നെ അത് വന്ന് പരിശോധിക്കുകയും ആ യൂട്യൂബർ പുറത്തുവിട്ട വീഡിയോസ് അതിന് എതിരെയായിരുന്നു ഈ പാർട്ടിയും മന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ അനുയായികളും നിലപാടെടുത്തത്. കള്ളത്തരമാണ്, വഞ്ചനയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് വസ്തുതകൾ ഇപ്പോൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ആദ്യത്തെ ഒരു എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയുടെ ജീവിക്കുന്ന ഉദാഹരണം, വലിയ അപകടത്തിലേക്ക് പോകാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെടുകയും കേസെടുക്കുകയും ചെയ്ത ഈ സ്ഥിതിയിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഇന്ന് വരെ ഈ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ടൂറിസം ഡയറക്ടറുടെ ഭാഗത്തുനിന്നൊന്നുമില്ല, PWD മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നില്ല, ചീഫ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്നില്ല. നമ്മൾക്കൊക്കെ ഉള്ള ബന്ധങ്ങൾ വെച്ച് നമ്മളത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പാലത്തിന് ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റും ഒരാളും കൊടുത്തിട്ടില്ല. ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ അത് കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, എങ്ങനെ പരിഹരിക്കാനാണ്? അപ്പം ഈ ചെലവിട്ട പൈസ എവിടെ? ഇവിടെ ഇലൂമിനേറ്റ് ചെയ്യാനാണ് 1.25 കോടി ചിലവാക്കിയത്. എന്താ ഇലൂമിനേഷൻ? ഇലൂമിനേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി വാങ്ങിപ്പോരാ നിങ്ങൾക്ക്? 1.25 കോടി ഉണ്ടെങ്കിൽ ചൈനയിൽ പോയാൽ ആ ഫാക്ടറിയോടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നമ്മൾ ഇലൂമിനേഷൻ അത്രയും ചീപ്പായിട്ട് പൈസ മുടക്കുന്ന, പണ്ട് നമ്മൾ 1 ലക്ഷം രൂപ മുടക്കി ഇലൂമിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ 5000 രൂപ ഉണ്ടെങ്കിൽ ഇലൂമിനേറ്റ് ചെയ്യാവുന്ന സ്ഥിതിയാണ്. അപ്പോഴാണ് ഒരു 40 കൊല്ലം മുമ്പ് ഈ കോലത്തിൽ ഇലൂമിനേറ്റ് ചെയ്യേണ്ട പൈസ മുടക്ക് പറയുന്നത്. ഈ 1.25 കോടിയുടെ അതിൻ്റെ വൈപ്പർക്കേഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. 95 ലക്ഷം മെയിൻ്റനൻസിന് മുടക്കി എന്നാണ് പറയുന്നത്. ആർക്കും അറിയില്ല. അതിൻ്റെ ടെൻഡറിനെ കുറിച്ചൊരു ധാരണയില്ല. എന്ത് വർക്ക് നടത്തി എന്നതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ എന്താ മന്ത്രി മിണ്ടാത്തത്? റീൽസ് ഇട്ടുകൊണ്ട് ഈ നാടിനെ എന്താ പറയുക, കിടിലം കൊള്ളിച്ച, രോമാഞ്ചം കൊള്ളിച്ച മന്ത്രി. എന്താ മന്ത്രി? മന്ത്രിയുടെ നാട്ടിലാണിത്. മന്ത്രിക്ക് വോട്ട് ചെയ്ത ജനങ്ങളവിടെ ഉള്ളത്. ആ ജനങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം മന്ത്രി ഇവിടെ വന്നിട്ട് പത്രസമ്മേളനം നടത്തണം. ഞാൻ മുഹമ്മദ് റിയാസിനെ മരുമോനെ വെല്ലുവിളിക്കുകയാണ്. ഈ നിൽക്കുന്നത് ഫറൂഖ് പാലത്തിൻ്റെ ചോട്ടിൽ അദ്ദേഹത്തിൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. അദ്ദേഹം MLAയും മന്ത്രിയായ മണ്ണിലാണ്. ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളെ വിളിച്ചിട്ട് ഈ 2.25 കോടി രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ഇവിടുത്തെ ജനങ്ങളോടും പത്രക്കാരോടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മന്ത്രി തയ്യാറുണ്ടോ? ആരാ ഈ പൈസ മുക്കിയത്? ആരാ അതിൻ്റെ കോൺട്രാക്ടർ? ആരാ ഈ പണിയെടുത്തത്? ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ഫിറ്റ്നസ് ഇല്ലാത്ത ഇതുപോലൊരു പാലത്തിൽ ഇത്ര കോടി ഉറുപ്പിക മുടക്കാനുള്ള ധൈര്യം മന്ത്രിക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഉത്തരം പറഞ്ഞേ പറ്റൂ. 2-3 വട്ടമായിട്ട് നവീകരണ പ്രവർത്തനം നടത്തി ഇങ്ങനെ പല പണിയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇനിയിപ്പോൾ വിജിലൻസിന് മറ്റൊരു പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിയമ നടപടി സ്വീകരിക്കും? എത്ര പരാതി ഞാൻ കുറേ കൊടുത്തില്ല. ഇപ്പം ഇന്ന് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, അജിത് കുമാറിൻ്റെ. വിജിലൻസ് കൊടുത്ത ക്ലീൻ ഷീറ്റിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത പെറ്റീഷനാണ് നിൽക്കുന്നത്. ആർക്കാ പരാതി കൊടുക്കാനുള്ളത്? ഈ പിണറായിൻ്റെ ഈ പോലീസിനും ഈ വിജിലൻസിനും അല്ലേ. നമ്മളിപ്പോൾ കോടതിയെ സമീപിക്കണം. എന്താ, ആരാ പരാതി കൊടുക്കാൻ വരിക? ഈ എൻ്റെ പേരിൽ 28 കേസുണ്ട്. ഇപ്പോൾ 28 കേസ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ ലാസ്റ്റിൽ മത്സരിച്ച എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് നോക്കി നോക്കണം. കാരണം ഇത് ഇത്രയും കേസുണ്ട് കാരണം പത്രങ്ങളിൽ കൊടുക്കണം. അതിന് 2 ചില ലക്ഷം രൂപ ചിലവായി എനിക്ക്. ഏത് ഇത്രയും കേസുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക്, ഒരു മുൻ MLA, അവരുടെ പേരിൽ ഇത്തരത്തിലുള്ള കള്ളക്കേസിലെടുക്കുമ്പോൾ ആര് വരും പരാതി കൊടുക്കാൻ? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ആ സാധു യൂട്യൂബർ എന്തൊക്കെയാണ് അവനുള്ള ഭീഷണി? എന്തോ ഒരു പേര്, ദിനേശ് വർക്കി. അവനൊരു എന്താ പറയുക, അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഭീഷണിയാണ്. അപ്പോൾ ഇത് ഒരു വിജിലൻസിനും ജനങ്ങളെന്ന് പറയുന്ന ജനകീയ കോടതിയിലെ വിജിലൻസ് 2026 ഇവിടെ വരുമല്ലോ. അന്ന് ഈ കേരളത്തിലെ എല്ലാ വോട്ടർമാരും വിജിലൻ്റ് ആയാൽ ഈ പറയുന്ന ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കൊരു അവസാനം വരുത്താൻ കഴിയും. അല്ലാതെ ഇതിൻ്റെ മുകളിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല. മൂപ്പര് ചിരിച്ച് 2 റീലും കൂടി വിട്ടിട്ട് പോകും. നിങ്ങൾ കോഴിക്കോടത്തെ പത്രക്കാരാണല്ലോ, ഞാൻ ഇപ്പോൾ മലപ്പുറത്ത് വന്നാൽ നിങ്ങൾക്ക് നേരം വിളിച്ച് അദ്ദേഹത്തെ കാണില്ലോ. ഒന്ന് ചോദിക്ക്, PV അൻവർ എന്ന് പറയുന്ന, ഞാനൊരു എന്തോ ആവട്ടെ, അയാളെ വെല്ലുവിളിക്കാനൊന്നും നമ്മളിത്ര പോകുന്നൊരു സാധനമാണ്. വിട്ടേക്കിങ്ങൾ. ജനങ്ങളുടെ ആവശ്യമുണ്ട്. ഒന്ന് ആ പാലത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് മന്ത്രി ഒന്ന് വരൂ, നിങ്ങളാണല്ലോ ഈ പറയുന്നത് ഈ പാലം പൊളിഞ്ഞിട്ടില്ല, ഭീമേ ഇല്ലാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീടിന് തറയില്ലാതെ ഒരു സ്കെൽട്ടൻ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ കുറേ കാലമൊക്കെ അങ്ങനെ നിൽക്കും.
ഏത് സമയത്തും ബ്രേക്ക് ഡൗൺ ആവും, ഒരു സംശയം കരുതണ്ട. അത് ചിലപ്പോൾ ഒരു ലോഡ് കയറ്റി വരുന്ന ലോറിയാവാം. ഈ 10ഉം 60ഉം 70ഉം 80ഉം കുട്ടികളെ കുത്തി നിറച്ച ടൗൺ ബസ്സുകളാണ് ഈ ഫറൂഖ് കോളേജിലേക്കും പരിസര പ്രദേശത്തിലെ സ്കൂളിലേക്കും കോളേജിലേക്ക് പോകുന്നത്. അതൊന്ന് മൂക്ക് കുത്തി ഇതിൻ്റെ താഴേക്ക് വീണാലേ ഈ പൈസൻ്റെ പൂതിയൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയും. അതിൻ്റെ മുമ്പ് ഈ കള്ളത്തരം എന്തായാലും ജനങ്ങൾ അറിഞ്ഞ് ഇനി മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥയും കൂടി ഉണ്ടാക്കരുത് എന്നൊരു എളിയ റിക്വസ്റ്റ് എനിക്കുള്ളത്. PWD പറയുന്നത് ഈ മാർച്ചിലാണ് ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ മാർച്ചിൽ തന്നെ അവർ അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഭരണാനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഈ ഭരണാനുമതി വൈകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഭരണാനുമതി അല്ല. നിങ്ങളിപ്പോൾ ഒന്ന് നോക്കൂ, നിങ്ങളിപ്പോൾ കുറേ സമയമല്ല ഇവിടെ നിൽക്കുന്നത്. ഈ 2 സ്ട്രക്ചറിനല്ലാതെ ഈ 2 ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് മാത്രമേ ഇവരെന്ത് പെയിൻറ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം നിൽക്കുന്നിടത്തേക്ക് പോയിട്ടില്ലല്ലോ. നോക്കൂ, ആ കാലുകളാണ് നോക്കുക. ഈ 2 പെയിൻറ് ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ അടിയിലൊന്ന് പോയിട്ട് ഈ എഞ്ചിനീയറൊന്നും മേലോട്ട് നോക്കണ്ടേ? ഇത്രയും തോണികളും ബോട്ടും സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. 2 മിനിറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ 5 മിനിറ്റ്. പോയി നോക്കിയിട്ടില്ലല്ലോ. ഇതൊന്നും നോക്കാതെ ഈ പുറമോടി ആരാതിൻ്റെ കോൺട്രാക്ടർ നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്തായാലും കോഴിക്കോട് കാണുമല്ലോ. ആദ്യം നിങ്ങൾ ചോദിക്കണം ആരാതിൻ്റെ കോൺട്രാക്ടർ എന്ന്. ആരാ ഈ പണി നടത്തിയത്? എവിടെയാണ് ടെൻഡർ നടത്തിയത്? ഏത് പത്രത്തിലാണ് ഇതിൻ്റെ പരസ്യം കൊടുത്തത്? ആരാണ് ഈ ടെൻഡർ നടപടികൾ പബ്ലിക് അറിഞ്ഞത്? നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ എന്നോട് മാത്രം ചോദിച്ചില്ല, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. ഇതിന് ഒരിക്കലും സുതാര്യമല്ല, വർക്കും സുതാര്യമല്ല, ഒന്നും സുതാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഒളിഞ്ഞു നിൽക്കുന്നത്. സാധാരണ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ 10 വാക്ക് ഇങ്ങോട്ട് പറയാൻ ശേഷിയുള്ള ആളാണല്ലോ മരുമകൻ മന്ത്രി. എന്താ ഇത്രയും ദിവസമായിട്ട് മിണ്ടാത്തത്? നാവിറങ്ങിപ്പോയോ? അല്ല, നമുക്കറിയണം നാവിറങ്ങിപ്പോയോ. എന്താണ് ഈ ഫറൂഖ് പാലത്തിലെ 2.25 കോടി രൂപ എന്താണ് ഇവിടെ ആക്കിയതെന്ന് പറയാൻ ബാധ്യതല്ലേ അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അദ്ദേഹത്തിൻ്റെ വോട്ടർമാർ. അതിന് 7ാം കൂലി ഏതെങ്കിലും സഖാക്കളെ വിട്ടിട്ടല്ല മറുപടി പറയേണ്ടത്. ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ പോയി നിന്നിട്ട് അതിന് മറുപടി പറയാറുണ്ട്, ആ വിഷയത്തിൽ ഇടപെടാറുണ്ട്. നമ്മൾ ആരെയും അതിന് ബേജാറാവേണ്ട കാര്യമില്ല. എന്തിനാ ഈ ബേജാറായി ഒളിച്ചു കിടക്കുന്നത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഈ റോപ്പ് വേ ആരാണ്? ഈ രാജീവൻ. ആരാ രാജീവൻ? ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാങ്കിലൊരു സ്റ്റാഫ്, വേറൊരു സ്റ്റാഫ്, ബാങ്കിൻ്റെ പ്രസിഡന്റ്, മറ്റൊരു സെക്രട്ടറി. ഇവരാണ് ഈ ബിനാമി കമ്പനി. മന്ത്രി ഒന്ന് കണക്ക് പറയട്ടെ. ഈ ഫറൂഖ് റെസ്റ്റ് ഹൗസ് നിങ്ങളിപ്പോൾ ഒന്ന് പോകുമ്പോൾ പോയി നോക്കണം, പത്രക്കാർ ദയവായിട്ട്. ഒരു രാജകൊട്ടാരം നിർമ്മിച്ച് വെച്ചിരിക്കുക ഒരു റെസ്റ്റ് ഹൗസിൽ. കേരളത്തിൽ ഇപ്പോൾ റെസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അന്തം വിട്ടു പോകും. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് മന്ത്രി അടക്കം വരും റെസ്റ്റ് എടുക്കുന്നു. ഈ മന്ത്രി എങ്ങനെയാണ് നടന്നിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 5 കൊല്ലം മുമ്പ് ഈ നടന്നിരുന്ന മന്ത്രി എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ എങ്ങനെയാണെന്നും ഇപ്പം എന്താണ് മൂപ്പരുടെ രീതികളെന്നും മൂപ്പരുടെ എന്താ പറയുക, ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോൾ പറയേണ്ട ഘട്ടം പറയാം. നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ നിങ്ങളൊന്നും ചോദിക്കൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.